ഹലോ, വെൽക്കം ടു മിന്നൂസ് കെ സ്മൈലി വ്ളോഗ്. ഞാൻ ഇന്നൊരു സ്ഥലം വരാൻ പോവുകയാണേ. നിങ്ങൾക്ക് ആ സ്ഥലം കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു സ്ഥലമാണേ. ഓക്കെ, ഞാൻ സർപ്രൈസ് പറഞ്ഞില്ലേ, സായിബാബ അമ്പലത്തിൽ വന്നാണ്. ഞാനൊരു പൂ വാങ്ങിച്ചിട്ടുണ്ട് സായിബാബയ്ക്ക്. ചേഞ്ചിൽ വാ, അല്ലാതെ ഇനിയൊന്ന് കൊടു ഇതെല്ലാം കണ്ടോ, അവിടെ ചേഞ്ചില്ലാന്ന് 2 പൂ വാങ്ങിച്ചേ. സായിബാബയ്ക്ക് കൊടുക്കാമല്ലോ. ഇത് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാട്ടോ. ಇಲ್ಲಿ ಇಟ್ಟರೆ ಸಾಕಾ? ഫസ്റ്റ് ഇവിടെ പ്രദക്ഷിണം വെക്കണം. ഇവിടെ അധികം സംസാരിക്കാൻ പാടില്ല കേട്ടോ. തന്നെ ജി വന്ന മേലെ കൊടുത്തില്ല. ആ ജി എന്നോട് പൈസ ചോദിക്കണേ, വന്നിട്ട് തരാമെന്ന് പറഞ്ഞു. ഇനി അകത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടെ ഇപ്പോൾ ക്യൂ നിൽക്കുവാണ് എല്ലാവരും. എനിക്ക് അപ്പുറത്തോടെ പോകണേ. ഇതുണ്ടോ, സായിബാബനെ അലങ്കരിച്ചിട്ടില്ല. പോട്ടെ, അവിടെ പോയി ക്യൂ നിൽക്കണേ. അധികം ഒച്ച സംസാരിക്കാൻ പറ്റില്ല. ക്യൂ കാണിച്ചില്ല. എല്ലാവരും അകത്ത് പോയി കേട്ടോ. എല്ലാവരും ക്യൂ നിൽക്കുന്നതാണേ. ഞാനിപ്പോൾ 11:30 ആയി, വന്നപ്പോൾ ലേറ്റായി, അതുകൊണ്ടാണ് കേട്ടോ. ഇതുകൊണ്ടോ, അവരെല്ലാവരും അകത്ത് പോയി. കണ്ടോ, ഞാനും ക്യൂ നോക്കിയാണ്. ഇവിടെ ഭയങ്കര റഷാണ് കേട്ടോ. ഞാൻ കാണിച്ചുതരാം. ഇവിടെ അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ ഈ ക്യൂ കൂടെ തന്നെ പോകണം കേട്ടോ. ശരിക്കും കേൾക്കുന്നുള്ളതെന്ന് അറിയത്തില്ല ഞാൻ സംസാരിക്കുന്നത്. നമ്മളിങ്ങനെ ക്യൂ നിന്നിട്ടുണ്ടോ, ഇവിടെ വരുവേ. ഇവിടെ ഇത് പൂജാരി പൂജ ചെയ്യുന്നുണ്ടോ. ഇവിടെ നമുക്ക് ബിസ്ക്കറ്റ്, പഴം, എന്ത് വേണം, നമുക്ക് എന്ത് ഇഷ്ടം അതെല്ലാം നമുക്ക് ഇവിടെ നമ്മുടെ സായിബാബയ്ക്ക് കൊടുക്കാം കേട്ടോ. സായിബാബയുടെ സോങ് അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടോ, എന്ത് ഭംഗിയെന്നറിയാം സോങ് കേൾക്കാൻ. ഇനി നമുക്ക് ഇതിലൂടെ പോയിട്ട് ഇപ്പുറത്തേക്ക് നമ്മളെ വിടും. പിന്നെ നമുക്ക് അവിടെ അപ്പുറത്തേക്ക് ക്യൂ നിൽക്കുക കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സമയം ഇരിക്കാം. നമുക്ക് ഏത് അമ്പലത്തിൽ പോലെ ഇവിടെ എന്നറിയാം. നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ട് വേണം പോകാൻ എന്നുള്ളതാണ്. ഇവിടെ ഒരാൾ എന്തോ പറയുന്ന പോലെ കാണുന്നില്ല. അതിന് മുമ്പിലുള്ള സായിബാബയുടെ മുമ്പിലുള്ള പ്രതിഷ്ഠയാണ്, നന്ദിയാണ്. ആ നന്ദിയുടെ ചെവിയിലൂടെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ആ മെസ്സേജാണ് സായി കേൾക്കുന്നതാണെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ പ്രെയർ ചെയ്യാം നമുക്കവിടെ. ഈ സൈഡിലൊരു ക്യൂ കണ്ടില്ലേ നിങ്ങൾ? ഇത് ഫുഡ് കഴിക്കാനുള്ള ക്യൂ ആട്ടോ. നമ്മൾ പൂജ ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകണം. അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ചോറൊക്കെ ഉണ്ട് കേട്ടോ. സായിബാബയുടെ സോങ് വെച്ചുകൊണ്ട് അധികം കേൾക്കത്തില്ലേ. ഇവിടെ എല്ലാവരും നല്ല ഭക്തിയോടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കതിന് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ സായിബാബയുടെ കുറച്ച് ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെ കുറച്ച് ക്ലോത്ത്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് സായിബാബയുടെ കാവി ഡ്രസ്സ് ഇല്ലേ, അത് ആ പൂജ ചെയ്യുന്നവർക്ക് അത് ഉപയോഗിക്കും. നമുക്ക് ഇഷ്ടവർക്ക് നമുക്കത് വാങ്ങാം കേട്ടോ. നമുക്കിവിടെ എല്ലാവരും ക്യൂ നിൽക്കുന്ന, ഫുഡിന് വേണ്ടി ക്യൂ നിൽക്കുന്നതാണ്. നോക്ക്, ഇനി ഒരു സ്പെഷ്യൽ പ്ലേസിലാണ് പോകുന്നത്. ഒരു ഇമ്പോർട്ടൻസ് പ്ലേസോ. ഇനി ഞങ്ങൾ പുറത്തിറങ്ങിയ ഇനി ഞാൻ വെരി ഇമ്പോർട്ടൻറ്റ് പ്ലേസ്. ഓക്കെ, എല്ലാവരും ഫുഡ് കൊടുക്കൂടെ, ഫ്രീ ആയിട്ട് ഇവിടെ ഫുഡ് കൊടുക്കുക. ഇവിടെ വന്നിരുന്നത് ഭയങ്കര
ഇതേ പ്രോഗ്രാമൊക്കെ നടക്കുന്ന സ്റ്റേജാണ് കേട്ടോ. ഇവിടെ ഞാൻ വന്നിരുന്നേ. എന്താ പറയുക, അകത്തുനിന്ന് ഫുഡ് എടുക്കുക, കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് പെർമിഷൻ ഇല്ലെന്ന്, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ വ്യൂ കണ്ടോ. ഇത് സായി മന്ദിർ എന്നാണ് പറഞ്ഞത് കേട്ടോ, സായി ടെമ്പിൾ എന്ന് പറയില്ല കേട്ടോ. ഞാനിവിടെ വന്നിരുന്നു കേട്ടോ. ഇവിടെ എന്നാണെന്നറിയാവോ, ഞാൻ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി ഓടി വന്നു. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. എന്നാന്ന് ചോദിച്ചാൽ രാവിലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ റെഡിയായി ഇങ്ങോട്ട് പോന്നു. ഇവിടുത്തെ ചോറിന് ഭയങ്കര രുചിയാണ്. ചോറും ഒരു സാമ്പാറും പിന്നെ ഒരു തോരനും ഉണ്ടാവുമേ. പക്ഷേ ഭയങ്കര ടേസ്റ്റ്. ആ ചോറും സാമ്പാറും ആ തോരൻ കുറച്ച് പായസം അത് തിന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെയെന്ന് വെച്ചാൽ മോരൊഴിച്ചിട്ട് ഒത്തിരി മോരും കുറച്ച് ചോറും അതുകൊണ്ട് കഴിച്ചാൽ പിന്നെ നമുക്കിനി ഒന്നും പറയണ്ട. ഇന്നത്തേക്ക് ഒന്നും കഴിക്കണം, അത്രയ്ക്കും ടേസ്റ്റാണ്. ഇവിടെ ജാതിമത ഭേദമൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും വന്ന് കഴിക്കും. ഈവനിങ്ങിലും ഉണ്ട് ഫുഡ്. അകത്ത് പാട്ടൊക്കെ കേട്ടില്ലേ, ആ പാട്ട് കേട്ട് തന്നെ ഇരുന്നാൽ മതിയാവും, നമുക്ക് എല്ലാ സങ്കടങ്ങളും മാറും. അവിടെ കുറേ സമയം ഇരിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പെട്ടെന്ന് പുറത്തിറങ്ങേണ്ടി വരും. വീട്ടിൽ പോയിട്ട് കിടന്ന് ഉറങ്ങാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതല്ലേ. അവിടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഈ സായിബാബയുടെ മെയിൻ എവിടെയെന്ന് അറിയാലോ, ഷിർഡി, നിങ്ങൾക്കറിയാലോ, അവിടെയാണ് കേട്ടോ. എല്ലാവരും പറയും ഭയങ്കര കാറ്റാണ്. അമ്പലത്തിലെ ചോറുണ്ടാനേ എത്ര ജനങ്ങളാണെന്നറിയാം. ഏതോ ഒരു കമ്മൽ അവിടെ പോയില്ല, താഴെ വീണെന്ന് തോന്നുന്നു. ഞാൻ ഏത് അമ്പലത്തിൽ പോയാലും ചോറിനത് വരത്തില്ല കേട്ടോ. അവിടുത്തെ ചോറിന് ഭയങ്കര ടേസ്റ്റല്ലേ. ഇവിടെ കൂടുതൽ നോർത്തുകാരാണ് വരുന്നത് കേട്ടോ. ഡൽഹി, UP അവരൊക്കെ എന്നാന്ന് ചോദിച്ചാൽ അവരൊക്കെ ഏറ്റവും കൂടുതൽ സായിബാബയെ വിശ്വസിക്കുന്നത്. എൻ്റെ വീട്ടിലുണ്ട് സായിബാബയുടെ ഒരു ഫോട്ടോ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സായിബാബ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ, പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. വലിയൊരാൽമരം. എല്ലാവരും അമ്പലത്തെ ചോറുണ്ട് കഴിഞ്ഞ് എല്ലാവരും ഇരുന്ന് വിശ്രമിക്കുകയാണേ. ഓരോ വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. എല്ലാവരുടെയും കുട്ടികളൊക്കെ പറയുന്നുണ്ടോ വാ പുറത്തിരുന്ന്. അതൊക്കെ വെറുതെ പറഞ്ഞ കേട്ടോ. അവരൊക്കെ കുറേ ദിവസം കൂടി തേഴ്സ്ഡേ മീറ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ. ഇതുണ്ട് ഓം സായി ബാബ എന്ന് എഴുതി വെച്ചിട്ടുണ്ടേ. ഇത് ആൾക്കാരൊക്കെ അങ്ങോട്ട് കൊണ്ട് പോകുന്നത് ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഇതാണ് അതിൻ്റെ മേലത്തെ ഭാഗം. ഇതുണ്ട്, നല്ല ഭംഗിയായിട്ടോ കാണാൻ. ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു പ്രസാദം തിന്നിട്ട് ചോറൊക്കെ കൊണ്ട് പോവാം കേട്ടോ. തിരിച്ച് പോവാണേ. ഇതാണ് മെയിൻ എൻട്രൻസ് സായിബാബയുടെ. ഞാൻ ഫസ്റ്റ് കാണിച്ചിരുന്നില്ലേ. ഇത് സായിബാബയ്ക്ക് വേണ്ടി പൂ വെച്ചിരിക്കുന്ന കേട്ടോ. ഒരു പൂവിന് 10 rupees. അങ്ങനെ സായിബാബയുടെ അമ്പലത്തിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോവാണേ. കണ്ടോ, അവിടുന്ന് പറയാൻ അമ്പലമല്ലേ, അപ്പം നമ്മളധികം സംസാരിക്കാൻ പാടില്ലല്ലോ. പിന്നെ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പിന്നെ നമുക്ക് സംസാരിക്കാനേ പറ്റിയല്ല. എനിക്കിവിടുന്ന് വേറൊരു സ്ഥലം കൂടെ പോകണേ. അതുകൊണ്ട് ബാക്കി വീഡിയോ പിന്നെ ഓക്കെ. വിശപ്പൊക്കെ പോയി. ആക്ച്വലി ആ ചോറ് കഴിക്കാൻ തന്നെ ഞാൻ ഓടി വന്നത്, ഒന്നും കഴിക്കാതെ. ആക്ച്വലി രാവിലെ ഞാൻ ഒന്നും കഴിക്കാൻ ഇരിക്കുന്നല്ല. എൻ്റെ 9 മണി ഒന്ന് ടൈം ഉണ്ടെങ്കിൽ 9 o'clock ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ. ഇതിപ്പം സായിബാബയുടെ ചോറുണ്ണം പ്രസാദം കഴിക്കണം വിചാരിച്ച് ഓടി വന്നു. ഓക്കെ, എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ, ടേക്ക് കെയർ. എൻ്റെ വീഡിയോ ഇഷ്ടമാതിരെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കില്ല കേട്ടോ. ನನ್ನ വീഡിയോ ನಿಮ್ಗೆ ಇಷ್ಟ ಆದರೆ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡೋಕ್ಕೆ ಮರಿಬೇಡಿ. ಓಕೆ, ബൈ, ടേക്ക് കെയർ. ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ സംസാരിക്കാനേ പറ്റില്ലെന്ന് പറഞ്ഞത് വേറെ അർത്ഥത്തിലൊന്നുമല്ല കേട്ടോ. ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് ഇരുന്ന് പോകും, പിന്നെ വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല. അങ്ങനെ കേട്ടോ.